വെന്യൂ. അപ്പോൾ ഇന്നെന്താ പറയാ, ഇന്നും ഒരു ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. മൽച്ചന്തേരിയുടെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ വേറെ ഇതേക്കുന്നു മൽച്ചന്തേരിയാണ്. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. ഇപ്പോൾ നമ്മൾ ഒത്തിരി പ്ലെയിൻ മൽച്ചന്തേരിയിലോട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടൊക്കെ ഇട്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഓൾമോസ്റ്റ് ഫിനിഷ് ആയി പ്ലെയിൻ്റെ വർക്ക്. അപ്പൊ ഇനിയിപ്പം ഡിസൈൻ ഉള്ള, അതായത് വിത്ത് വർക്കോട് കൂടി വരുന്ന മല്ലിന്റെ ആണ്, പ്യുവർ മൽച്ചന്തേരി. ഒത്തിരി കളേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഞാനിപ്പം വേറെ ഇതേക്കുന്ന ഈ ഒരു കളറാണ്. ബ്ലാക്കിലോട്ട് നല്ല അടിപൊളിയായിട്ട് ഗോൾഡൻ കളർ, ഇതൊക്കെ ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് കേട്ടോ. ഇതുപോലെ എന്താ പറയാ, ബ്ലാക്കിലോട്ട് ഗോട്ടയുടെ ലേസ് വെച്ചിട്ട് 3 ലെയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഓൾ ഓവർ പോയേക്കുന്നത് ഒരു ഗോൾഡൻ കളർ സെറി കൊണ്ടുള്ള വർക്കാണ്. എയർലൈൻ പാറ്റേണിലോട്ട് വിത്ത് പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഫസ്റ്റ് ഞാനിപ്പോ വേറെ ഇതേക്കുന്നതാണ്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഞാനിപ്പോ ഈ മൽച്ചന്തേരിയുടെ എല്ലാം കാണിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം എല്ലാം നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം കോസ്റ്റ് ഉള്ള മെറ്റീരിയൽ ആണ്. അപ്പം സെക്കൻഡ് പാറ്റേൺ വന്നേക്കുന്നത് ഞാനിപ്പോ വേറെ ഇതേക്കുന്ന കളർ കോമ്പിനേഷൻ തന്നെ, പക്ഷെ ഇതിന്റെ താഴോട്ടാണ് ബോർഡർ വന്നേക്കുന്നത്. കണ്ടോ, താഴെയാണ് ഇതിന്റെ ഈ ഒരു ബോർഡർ വന്നേക്കുന്നത്. ഇതാ താഴോട്ട് നല്ല അടിപൊളിയായിട്ട് ബോർഡർ വന്നിട്ടുണ്ട്. എന്നിട്ട് യോക്കിലോട്ട് നമ്മൾ ആ ഒരു ബോർഡർ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെ വർക്കൊക്കെ ഇതിന്റെ ഡിസൈൻ വന്നേക്കുന്നത്, മോട്ടീഫ് വന്നേക്കുന്നത് ഇതുപോലെയാണ്. കണ്ടോ, ഈ ഒരു ചെറിയ ലീഫും ചെറിയൊരു ഫ്ലവർ പോലെ. അപ്പൊ ഞാൻ വേറെ ഏതേക്കുന്നത് ഒരു ചെയിൻ വന്നിട്ട് ഫുള്ളി വർക്ക് പോലെ വരുന്ന ഇതുപോലെയാണ്. അപ്പൊ 2 ഡിസൈൻസ് ഉണ്ട്. ഫസ്റ്റ് ഇത്, പിന്നെ സെക്കൻഡ് കളർ വന്നേക്കുന്നത് നല്ല പ്ലെയിനിലോട്ട് തന്നെ ഇതുപോലെ നല്ല അടിപൊളി പിസ്ത കളറിലോട്ട്. ഇതിന്റെ യോക്കിലോട്ട് ത്രെഡ് വർക്ക്, റെഡ് കളർ വർക്കാണ് കൊടുത്തേക്കുന്നത്. ഇതിനും ചെറിയൊരു പഫ് സ്ലീവ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഉണ്ട് തോന്നും, പക്ഷെ എല്ലാവർക്കും നല്ല മാച്ച് ഔട്ടോ കേട്ടോ. നല്ല ഭംഗിയാണ്. ഇങ്ങനത്തെ ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. നമുക്ക് പഫ് ഈ സ്ലീവ് ഇങ്ങനത്തെ ചേരൂല എന്ന് വിചാരിക്കില്ലേ, നല്ല ഭംഗിയാണ്. ഇത് നല്ല സ്ട്രെയിറ്റ് വീനൊക്കെ കൊടുത്തിട്ട് ഇതേപോലെ നെക്കിന്റെ ഡിസൈനിലോട്ട്, നെക്കിലോട്ട് നമ്മൾ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്, ത്രെഡ് വർക്ക്. അതിന്റെ എൻഡ് കണ്ടോ, എൻഡിലോട്ട് നമ്മൾ ഈ ഒരു ശരിക്കും ഒരു ത്രെഡ് കൊണ്ടുള്ള വർക്ക് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അപ്പം ഇത് ഈ ഒരു പാറ്റേണിലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാവും അതിന്റെ ഒരു വ്യൂ. അപ്പം സെക്കൻഡ് കളർ ഇതേപോലെ. താഴത്തെ ബോർഡർ കാണണമെങ്കിൽ കുറച്ച് ഞാനിങ്ങനെ നീങ്ങിക്കാം. ഇതുപോലെ താഴെ ആ ഒരു ബോർഡർ ഫ്ലവറിന്റെ തന്നെ നല്ല ഷെയ്ഡാണ് കേട്ടോ. ഒരു ബ്ലൂ, ടീൽ ബ്ലൂ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഷെയ്ഡ്. ശരിക്കും മൽച്ചന്തയിലേക്ക് അങ്ങനത്തെ കളേഴ്സ് ഒക്കെ ഭയങ്കര റെയർ ആണ്. ടീൽ ബ്ലൂ അതേ പാറ്റേൺ തന്നെ ചെയ്തേക്കുന്നത്. ഇതേപോലെ ഫ്രണ്ടിലോട്ട് വീനൊക്കെ വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ ചെയ്ത് എൻഡിലോട്ട് ഈ ഒരു ഡിസൈൻ. ഇതാ ഇത് ഈ ഒരു പാറ്റേൺ കണ്ടോ, ഇതുപോലെ. ഓക്കെ, അപ്പം അടുത്തത് ഈ ഒരു പാറ്റേൺ ആണ്. നമുക്ക് വേറെ പീസ് ഇല്ല, ഒറ്റ പീസേ ഉള്ളൂ. ഇതുപോലെ ഫുള്ളി പേൾ കൊണ്ടുള്ള വർക്കാണ്. കണ്ടോ, ആ ചെറിയ വർക്ക്, ത്രെഡ് വർക്കും പേൾ വർക്കും ഒക്കെയാണ്. ഫാബ്രിക് പെയിന്റും ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇത് പ്യുവർ മൽച്ചന്തേരി ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഡ്രൈ വാഷ് ചെയ്യണോട്ടോ. ഇൻവേർട്ടഡ് പ്ലീറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ക്രേപ്പ് ലൈനിങ് ആണ്. ഓൾ ഓവർ ആ ഫാബ്രിക്കിലോട്ട് ആ ഒരു വർക്കാവും. ഫോട്ടോ ഞാൻ അയച്ചു തരാം. ഇതുപോലെ പഫ് സ്ലീവ് അല്ല, നമ്മൾ മുമ്പ് ചെയ്ത പഫാണ്. ഇതുപോലെ ഒരു പാറ്റേണിലേക്കാണ്. ഷെയ്ഡാണ് കേട്ടോ, നല്ലൊരു ഷെയ്ഡാണ്. ഇതിന്റെ വേറെ പീസ് ചെയ്തതെല്ലാം ഷോപ്പിൽ തീർന്നു. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇത് വേറെ ഫോട്ടോ ഉണ്ട്, കാണിച്ചു തരാം. ഇത് പിൻടക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ്. സ്ലീവും പ്ലെയിൻ കൊടുത്ത് ആ എൻഡിലോട്ട്, സ്ലീവിന്റെ എൻഡിലോട്ട് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഓൾ ഓവർ കുറച്ച് നല്ലൊരു വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിനകത്തേക്ക് കൊടുത്തേക്കുന്നത്. അതായത് എംബ്രോയിഡറി പ്യുവർ ആയിട്ട് മൽച്ചന്തയിലോട്ട് എംബ്രോയിഡറി ചെയ്തേക്കുന്നതാണ്. ഇത് ലൈനിങ് ആണ്, കോട്ടൺ ലൈനിങ്. ഇതിന്റെ ഇത് കേട്ടോ, ഇതിനകത്ത് ഫുൾ ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് യോക്ക് നമ്മൾ ഇതുപോലെ ഒരു പിൻടെക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലോട്ടും പിൻടെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്രോക്ക് പോലെ നമുക്ക് വേറെയും. ഇത് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് സൈഡിലോട്ട് ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബ്ലാക്ക് ബോട്ടം ആയിട്ട് ഇട്ടേക്കുന്നത്. എ ലൈനിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഒരു സൈഡ് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലോട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ യോക്കായിട്ട് നമുക്ക് ഭയങ്കര ഒതുങ്ങി തോന്നും. ഈ ഫ്രണ്ടിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ട് സൈഡിലോട്ടും ബാക്കും എല്ലാം പ്ലെയിൻ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയില്ല. ഇതിനകത്തോട്ട് റെഡ് കളറ് ബീഡ്സ് ത്രെഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. ഇത് പ്യുവർ നല്ലൊരു പിസ്ത ഷെയ്ഡ്. ഇത് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ കാണുന്നത്, പക്ഷെ അതിനെക്കാട്ടിലും നല്ല ഡാർക്ക് ഒരു പിസ്ത ടോൺ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഈ ഒരു പീസ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ഇതുപോലെ റെഡി ടു ഡെസ്പാച്ച് പീസുകൾ ഉണ്ട് നമുക്ക് എല്ലാത്തിലും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.